നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതുവരെ നിങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. കാരണം അതിനു മുൻപ് നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. തകർക്കാനും തളർത്താനും പലരും ഉണ്ടാകും. തളരാതെ മുന്നോട്ട് പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തേക്കും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നിങ്ങളെ അറിയുന്നവർ പലരുമുണ്ടാകും. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചേ കാണൂ. ജീവിത പ്രശ്നങ്ങൾ കടലിലെ തിരകൾ പോലെയാണ്. ചിലപ്പോൾ ശക്തമാകും, ചിലപ്പോൾ ശാന്തമാകും. തിരകളില്ലാതെ കടലില്ല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല. തളരാതെ മുന്നോട്ട് പോകണം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവുമില്ലാത്ത ജീവിതവുമില്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക. അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റ് സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും നിങ്ങളെ സുഹൃത്തുക്കൾ ആക്കാൻ വരും. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തനാകുന്നത്. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷം കൂടിയാണ്. രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്. മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയാണ്. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്.